2025 ജൂബിലി വർഷം അടുത്തു വരവേ 2024 ഒരു പ്രാർത്ഥനാ വർഷമായിട്ട് ആചരിക്കണമെന്നുള്ള മാർപ്പാപ്പായുടെ ഒരു ക്ഷണമാണ് ടീച്ചേഴ്സ് ടു പ്രേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഈ പ്രബോധന ഗ്രന്ഥം. ഫ്രാൻസിസ് പാപ്പായുടെ പ്രബോധന അധികാരത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രബോധന ഗ്രന്ഥമാണ് ടീച്ചേഴ്സ് ടു പ്രേ എന്ന ഈ ഗ്രന്ഥം. നമ്മുടെ സാധാരണ ജീവിതം തുടങ്ങി, അനുദിന ജീവിതത്തിലെ സാധാരണ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തുടങ്ങി ഒരു വ്യക്തിയുടെ ജീവിതം മുതൽ സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രാർത്ഥനകളെ കൂടുതൽ തീവ്രമാക്കണമെന്നാണ് മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിലൂടെ ലോകമാസകലമുള്ള വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുക. തൻ്റെ പരമാചാര്യത്വത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ സഭയിലെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് മാർപ്പാപ്പ വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് 2020-21 കാലഘട്ടത്തിൽ നടത്തിയ മതബോധന പരമ്പര, പ്രാർത്ഥനയെക്കുറിച്ചുള്ള മതബോധന പരമ്പര അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രബോധന ഗ്രന്ഥമാണ് ടീച്ചേഴ്സ് ടു പ്രേ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുക എന്ന ഗ്രന്ഥം. പ്രാർത്ഥന എന്നാൽ അത് സൃഷ്ടാവുമായിട്ടുള്ള ആഴമേറിയ ഒരു സംവാദമാണ് എന്നാണ് മാർപ്പാപ്പ ഈ പ്രബോധന ഗ്രന്ഥത്തിലൂടെ പറയുക. മനുഷ്യഹൃദയവും ദൈവത്തിൻ്റെ കരുണാർദ്ദഹൃദയവും കണ്ടുമുട്ടുന്ന ഒരിടമാണ് പ്രാർത്ഥനയെന്ന് മാർപ്പാപ്പ ഈ പ്രബോധനത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയെ ഒരു ആത്മീയ ജീവശ്വാസം എന്നാണ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുക. അതിന് വിരാമമില്ല. ഉറങ്ങുമ്പോൾ പോലും നമുക്ക് ശ്വാസോച്ഛ്വാസം ആവശ്യമുള്ളതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ പോലും പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലായിരിക്കണം എന്നത്, അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഊർജ്ജസ്വലതയുള്ളതാക്കും എന്ന് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥന നമ്മുടെ കടമകൾക്കും നമ്മുടെ ജോലികൾക്കും പകരമായ ഒന്നല്ല, പ്രത്യുത നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ലയിച്ചു പോകേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയെന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അനന്ത നന്മയായ ദൈവപിതാവിനോടും അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായോടും പരിശുദ്ധാത്മാവിനോടും നടത്തുന്ന ഒരു സജീവ സംഭാഷണമാണ്, സജീവ ബന്ധമാണ് പ്രാർത്ഥനയെന്ന് ഈ പ്രബോധന ഗ്രന്ഥത്തിൽ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ദൈവവുമായിട്ടുള്ള ഒരു സംവാദം മാത്രമല്ല, ഒരു സംസാരം മാത്രമല്ല, അതൊരു കേൾവി കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ മാർഗനിർദ്ദേശവും അതോടൊപ്പം തന്നെ ഉത്തരങ്ങളും കണ്ടെത്താനുള്ള ഒരു വഴിയാണ് പ്രാർത്ഥനയെന്ന് മാർപ്പാപ്പ ഈ പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ വീണ്ടും തൻ്റെ പ്രബോധനത്തിലൂടെ പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു പാലമാണ് പ്രാർത്ഥന. മനുഷ്യഹൃദയവും ദൈവഹൃദയവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരിടമാണ് പ്രാർത്ഥന എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഇപ്രകാരം സഭാപ്രസംഗകൻ പറയുന്നു, ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. ഉദാഹരണമായി നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും നമ്മളെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകളുണ്ടെന്ന് നാം അറിയുമ്പോൾ നമ്മുടെ വ്യസനം കൂടുന്നു, നമ്മുടെ ദുഃഖം കൂടുന്നു. അപ്പോൾ അറിവ് ഇത്തരത്തിലുള്ള അറിവുണ്ടാകുമ്പോൾ നമ്മുടെ വ്യസനം കൂടുന്നു. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഇത്തരത്തിലുള്ള വ്യസന സമയങ്ങളിൽ, ദുഃഖ സമയങ്ങളിൽ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് ചെല്ലാനുള്ള ക്ഷണമാണ് പ്രാർത്ഥന എന്ന് മാർപ്പാപ്പ പറയുകയാണ്. തൻ്റെ പരമാചാര്യത്വത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, അതുപോലെ 2013 വർഷത്തിൽ തന്നെ മാർപ്പാപ്പ ഇപ്രകാരം ലോക വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി, ദൈവത്തിൻ്റെ ഏക കുടുംബത്തിലെ ഒരു വ്യക്തി കണ്ടെത്തുന്ന തൻ്റെ ഇടമാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവപിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ കണ്ണി കൂടുതൽ ദൃഢമാക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥനയെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതുകൊണ്ടാണ് സഭയുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സഭയുടെ കർത്താവായ ദൈവത്തെ സഭയുടെ ആരാധനാക്രമത്തിലൂടെ ഏറ്റവും സജീവമായ ഒരു ബന്ധം വളർത്തുന്ന അനുഭവമാണ് പ്രാർത്ഥന എന്ന് നമുക്ക് മാർപ്പാപ്പ പറഞ്ഞു തരുന്നത്. കൂട്ടായ്മയുള്ളിടത്ത് പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയുള്ളിടത്ത് കൂട്ടായ്മയുണ്ട് എന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. പാദ്രോ പിയോയെ ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ദൈവപിതാവിൻ്റെ ഹൃദയം തുറക്കാനുള്ള താക്കോലാണ് പ്രാർത്ഥന. ദൈവപിതാവിൻ്റെ ഹൃദയം വളരെ മൃദുലമാണ്. അത് തുറക്കാനുള്ള ഏറ്റവും ലളിതമായ ഒരു താക്കോലാണ്
പ്രാർത്ഥനയെന്ന് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് മാർപ്പാപ്പ പറയുക, എല്ലാം ദൈവത്തിൽ നിന്ന് വരികയും എല്ലാം ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്ന എന്ന് നാം ഗ്രഹിക്കുന്ന ഒരിടമാണ് ഈശോയുടെ പ്രാർത്ഥനയെന്ന്. നാം ഒക്കെ വിചാരിക്കാറുണ്ട് നമ്മൾ എല്ലാത്തിൻ്റെയും ഉടമകളാണ് എന്ന്. പക്ഷേ ഈ പ്രബോധനത്തിലൂടെ മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, പിതാവായ ദൈവത്തോടും സൃഷ്ടികളോടുമുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ശരിയായ ഒരു ദിശ കണ്ടെത്തുവാനായിട്ട് പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു എന്ന് മാർപ്പാപ്പ ഈ പ്രബോധനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയിലൂടെ വചനം പുതിയതായിട്ട് അവതരിക്കുന്നു. വചനം സ്വീകരിക്കുകയും വചനം പരിപാലിക്കുകയും ചെയ്യപ്പെടുന്ന സക്രാരിയാണ് നമ്മുടെ ഹൃദയം എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവവചനം നമ്മിൽ കൂടുതൽ ഫലസമൃദ്ധമായി തീരുന്ന അനുഭവം ഒരുക്കുന്നു എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും അവസാനമായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അവിടുത്തെ പോലെ നമ്മളും പ്രാർത്ഥിക്കണമെന്നല്ല. പിന്നെയോ പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ പരിശ്രമങ്ങൾ അപൂർണവും വ്യർത്ഥവും ഫലശൂന്യവുമായാലും എപ്പോഴും നമ്മൾ അവിടുത്തെ പ്രാർത്ഥന കണക്കിലെടുക്കണം. അതായത് ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ പ്രത്യാശ.